വേഗത്തിൽ ഒരു വചനം ദൈവമക്കളോട് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച ആ സങ്കീർത്തനത്തിൽ ഇസ്രായേലിന് സംഭവിച്ച ഏതോ അനർത്ഥം, ആ പ്രതിസന്ധിയുടെ നടുവിൽ അവർ പാടുന്ന ഒരു പാട്ടായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ചെയ്ത ഒത്തിരി ഉപകാരങ്ങൾ, നന്മകൾ അവർ പറയുന്നുണ്ട്. പിതാക്കന്മാർ തലമുറയോട് വർണ്ണിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ അറിഞ്ഞ ജനം, കേട്ട ജനം തലമുറകൾക്ക് കൈമാറി. പിതാക്കന്മാർ തലമുറകൾക്ക് അത് കൈമാറി. അതേക്കുറിച്ച് വ്യക്തമായി അറിവുള്ള ആ ജനം താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗ്രൂപ്പ്. എന്നാൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കാമോ? 9. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് അവിടേക്ക് വരുമ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. പ്രാരംഭ ഭാഗത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവർ വർണ്ണിക്കുന്നു. ദൈവം നല്ലവനെന്ന് പറയുന്നു. ഞങ്ങളെ ദൈവമാണ് കൊണ്ടുവന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം വഴി വിട്ടുപോയ ഒരു പ്രത്യേക കാലഘട്ടം, ദൈവത്തിനെതിരായി അല്ലെങ്കിൽ ദൈവഹിതമല്ലാതെ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ കടന്നുപോയി. ആ കടന്നുപോയ ജനത്തെ ദൈവം തള്ളിക്കളയുന്നു. ആ തള്ളിക്കളഞ്ഞ കാലത്ത് അവർ ദൈവത്തോട് പാടുന്ന, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് 10-ാം വാക്യം. അവിടെ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം അവരുടെ ജീവിതത്തിൽ എതിരായി നിന്ന് അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. പ്രാരംഭത്തിൽ ദൈവം അനുകൂലമായി നിന്ന് ചെയ്തു. ഏതോ കാലത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം എതിരായി നിന്നു. അവിടെ പറയുകയാണ്, വൈരിയുടെ മുമ്പിൽ നീ ഞങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോടുന്നു. ഇന്നലെ വരെ വൈരിയുടെ നേരെ നിന്ന് യുദ്ധം ചെയ്തവൻ ഇന്ന് പ്രശ്നത്തെ കണ്ട് തിരിഞ്ഞോടുന്ന ഒരു പ്രത്യേക സാഹചര്യം. അടുത്ത 11, ഭക്ഷണത്തിനുള്ള എന്ന് പറഞ്ഞാൽ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആട്, അല്ലെങ്കിൽ അറുക്കാൻ കൊണ്ടുപോകുന്ന, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളായിത്തീർന്നു. ആ ഇടഭാഗം ഞാൻ വിട്ടു പോവുകയാണ്. താഴോട്ട് ഇങ്ങനെ പല ലിസ്റ്റ് ഇവർ പറഞ്ഞു വന്നിട്ട് 17-ാം വാക്യത്തിൽ എത്തുമ്പോൾ ഇവർ പറയുന്നൊരു പ്രത്യേക പദം വായിച്ചാട്ടെ. 17. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു. മതി. വായിച്ചോളൂ. മതി. ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു. ദൈവമേ, ഒത്തിരി കഷ്ടം, നഷ്ടം, വേദന, ബുദ്ധിമുട്ട്, ദുരിതം, ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു. പക്ഷെ ഇവരവിടെ പറയുന്ന പ്രത്യേക പദം നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളോ പ്രശ്നം വന്നിട്ടും ഇവരെന്ത് ചെയ്തില്ല? ദൈവത്തെ മറന്നില്ല. അടുത്തതായി, ദൈവവചനത്തോട് ഞങ്ങൾ അവിശ്വസ്തത കാണിച്ചില്ല. ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കും, എന്നാലും ദൈവത്തെ വിട്ടുപോകരുത്. ദൈവത്തെ വിട്ടുപോകാതെ നിന്നാൽ അനുഗ്രഹം തരുന്നൊരു ദൈവമാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു. നമുക്കൊത്തിരി പ്രാർത്ഥനകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹവും എൻ്റെ എല്ലാ പ്രതീക്ഷയും അതുപോലെ നിറവേറണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെങ്കിൽ എനിക്ക് ആഗ്രഹിക്കാത്തത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ ദൈവത്തെ എനിക്ക് വേണ്ട, ഞാൻ ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, ദൈവത്തെ ആരാധിച്ചിട്ടും എനിക്കിതൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ടേച്ച് പോകരുത്. പിടിച്ചു നിന്നാൽ നാളുകളിൽ അനുഗ്രഹം തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഉറച്ച് വിളിച്ചു പറഞ്ഞോണം, എന്തൊക്കെ വന്നാലും എൻ്റെ കർത്താവിനെ വിട്ടേച്ച് ഞാൻ പോകത്തില്ല. നമ്മൾ ഓർത്തോണം, ജീവിതത്തെ കർത്താവിനെ വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവത്തെ സേവിക്കാൻ ഞാൻ ഇറങ്ങിയത് എന്തോ പ്രതീക്ഷിച്ച, എന്തോ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു. ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിട്ടുപോകും. അത്രയേ ഉള്ളൂ കാര്യം. ദൈവത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും, ദൈവമാണ് എനിക്ക് സകലത്തിലും സകലമെന്ന ബോധ്യമുള്ള വ്യക്തിക്ക്
ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത് ലഭിച്ചാലും ഒറ്റ വാക്കിൽ പറയും, കർത്താവേ, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകാനാ? നമുക്കറിയാമല്ലോ, യേശു കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചൊരു വലിയ ജനക്കൂട്ടം. അപ്പം തിന്നാൻ ഇറങ്ങിത്തിരിച്ചു, സൗഖ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ഭാവിയുടെ വഴികൾ നന്നാകാൻ, തലമുറകൾക്ക് അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചൊരു വലിയ ഗ്രൂപ്പ്. യേശുവിൻ്റെ ഉപദേശം അല്പം കഠിനമായി വന്നപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഇത് കഠിന ഉപദേശം. അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഉപദേശം കേൾക്കാൻ വന്നവരല്ല, ഞങ്ങൾ വിടുതലിന് വന്നവരാ, നന്മയ്ക്ക് വന്നവരാ, പ്രശ്നപരിഹാരത്തിന് വന്നവരാ. യേശു കർത്താവ് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഓർത്തോണം, ഞാൻ അല്പം ഒന്ന് കഠിനമായ വാക്കുകൾക്കൊന്ന് ലഘൂകരിക്കാമെന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, കൂടി നിന്ന 12 ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്കും വിട്ടുപോകാൻ മനസ്സുണ്ടോ? പോകൂ. പത്രോസിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടേച്ച് യേശുവേ, എനിക്ക് അങ്ങേ വിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവേ, ഞാൻ ഒരിക്കലും അങ്ങേ വിട്ടു പോകത്തില്ല. ഇതായിരിക്കണം ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ഉറച്ച തീരുമാനം. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നാളുകളിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ 1-2 വ്യക്തികളെ വേഗത്തിലെടുത്ത് കാണിച്ചതിൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് 32-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. പുറപ്പാട് 32:26. മതി, ചരിത്രമൊക്കെ നമുക്കറിയാം. പ്രമാണം വാങ്ങാൻ മോശ സീനായി പർവ്വതത്തിൽ കയറിപ്പോയി. 40 ദിവസമായി മോശയെ കാണാഞ്ഞത് നിമിത്തം ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന നടക്കുന്ന ആ ബഹളം ദൂരെ നിന്ന് കേട്ടുകൊണ്ട് മോശ ഇറങ്ങി വരുമ്പോൾ, പാളയത്തിൽ ദൈവത്തെ മാറ്റി കാളക്കുട്ടിയെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് കണ്ടപ്പോൾ മോശ അവിടെ കോപിച്ചു. ചരിത്രമൊക്കെ അറിയാമല്ലോ. കൽപ്പന ലഭിച്ച കൽപ്പലക എറിഞ്ഞുടച്ചു. അതിനുശേഷം മോശ പറയുന്നൊരു വാക്കുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൊടുത്ത് വായിക്കാമോ? ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി 11 ഗോത്രങ്ങൾ അവിടെ, 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങളും വന്നില്ല. പക്ഷെങ്കിൽ ആര് വന്നു? ലേവി വന്നു. അതിൻ്റെ അർത്ഥം ലേവി ആരുടെ പക്ഷത്താ? ഇനി ഈ ലേവിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ വായിക്കേണ്ട, ഞാൻ ആ ഭാഗങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ചു വിടാം. അവരുടെ പിതാവായ യാക്കോബ് ഇവരെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മക്കളെ മുഴുവൻ വിളിച്ച് മരണത്തിന് മുമ്പായിട്ട് അനുഗ്രഹിച്ച കൂട്ടത്തിൽ ലേവിക്ക് കൊടുത്തത് അനുഗ്രഹമല്ല. ഒന്ന് വായിച്ചാൽ 50-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്ന് വായിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ലാസ്റ്റ് ലേവിയെക്കുറിച്ച് എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. 49-ാം അധ്യായം 5-ാം വാക്യം വായിച്ചോളൂ. ഉൽപ്പത്തി 49:5. ആ ആ മതി. അപ്പൻ വിളിച്ചു പറയുമ്പോൾ അനുഗ്രഹമല്ല കൊടുക്കുന്നത്, ശാപമാണ്. ശാപം പറഞ്ഞേച്ച് മറ്റു മക്കളോട് പറയുകയാണ്, അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, അവരുടെ യോഗത്തിൽ അവനുമായിട്ട് കൂട്ടുകൂടല്ലേ, ഇവൻ ശപിക്കപ്പെട്ടവനാ, ഇവനെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ് അനുഗ്രഹത്തിന് പകരം ചില ശാപവാക്കുകൾ കൊടുത്ത് ഇവനെ തള്ളി മാറ്റുക. പക്ഷെങ്കിൽ അപ്പൻ്റെ ശാപമേറ്റിട്ടും ഇവർ ദൈവത്തെ വിട്ടു മാറിയിട്ടില്ല. മറ്റു സഹോദരന്മാർ ഒറ്റപ്പെടുത്തുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ കൂടണ്ട. ഈ ലേവിയും ശിമയോനും ചെയ്തത് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് അവർ കാണിച്ച ചില പരാക്രമമോ. വേണമെങ്കിൽ ലേവിക്ക് പറയാം, 12 ആങ്ങളമാരുണ്ടായിട്ട് മറ്റാരും പെങ്ങൾക്കൊരു വിഷയമുണ്ടായപ്പോൾ ഇറങ്ങിത്തിരിച്ചില്ലല്ലോ, ഞങ്ങളല്ലേ ഇറങ്ങിത്തിരിച്ചത്, വേണമെങ്കിൽ ചോദിക്കാം. ഇവന് ന്യായങ്ങൾ പലതുണ്ട് പറവാൻ. പക്ഷെങ്കിൽ ഇതൊന്നും വേണ്ട, ലേവി മാറി നിൽക്കുന്നു, അഥവാ സഹോദരങ്ങൾ ലേവിയെ മാറ്റി നിർത്തുന്നു. ഈ മാറ്റി നിർത്തപ്പെട്ട ലേവി മോശയുടെ കാലം വന്നപ്പോൾ, പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചത്, മോശ അവിടെ നിന്നോട് ഒരൊറ്റ ചോദ്യമായി ചോദിച്ചത്, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ലേവി ആരുടെ പക്ഷത്താ?
ലേവിക്ക് കഷ്ടതയുണ്ടായോ? ഒറ്റപ്പെടലുണ്ടായോ? തള്ളി മാറ്റി നിർത്തിയോ? സഹോദരന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ മാറ്റിയിട്ടിട്ടും ഇവൻ ആരെ വിട്ടുപോയില്ല? ദൈവത്തെ വിട്ടില്ല. ഇന്ന് പകൽ ദൈവമക്കളെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിച്ചോട്ടെ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും അവർ മാറ്റി നിർത്തട്ടെ, ഞാൻ ദൈവത്തെ മറക്കത്തില്ല. ഇതൊക്കെ എനിക്ക് ഭവിച്ചു എങ്കിലും ദൈവമേ ഞാൻ നിന്നെ മറന്നിട്ടില്ല. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ തിരിച്ചറിയണം, ദൈവത്തെ മറക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ മറന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ മറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാമോ? നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ഓ ഹല്ലേലൂയ. നിന്റെ ചില ശാപ കെട്ടുകളെ എൻ്റെ ദൈവം അനുഗ്രഹമാക്കുന്ന നിമിഷങ്ങളുണ്ട്. കൃപ, ദൈവകൃപ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ കണ്ടൊരു വാചകം ഇതാണ്: യഹോവയുടെ പക്ഷത്ത് പലർക്കും നിൽക്കാൻ കഴിയാഞ്ഞപ്പോൾ ഈ ലേവി ഇന്ന് യഹോവയുടെ പക്ഷത്താണ്. ആവർത്തന പുസ്തകം കൂടെ എടുക്കാമോ? മോശ കൊടുക്കുന്ന അനുഗ്രഹത്തിൽ അവിടെ ഒരു പ്രത്യേക പദം ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. 33-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. അങ്ങനെയെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ, ആ കാലത്ത് ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടുന്നതാണ് ഉറിയും തുമ്മിയും. ഇതിപ്പോൾ ആരുടെ മക്കളുണ്ട്? എങ്ങനെയാ കിട്ടിയേ? ദൈവത്തെ മറന്നില്ല. ഇതൊക്കെ ഭവിച്ചു. ചില ഒറ്റപ്പെടലൊക്കെ സംഭവിച്ചു. പലരും മാറ്റി നിർത്തി. എന്നാലും തീരുമാനിച്ചില്ല, ഞാൻ ദൈവത്തെ വിട്ടു പോകത്തില്ല, ദൈവത്തെ മറക്കത്തില്ല, പ്രമാണത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ ആ ഭക്തനെ പിന്നത്തേതിൽ ദൈവം ആദരിച്ചു മാനിച്ചെങ്കിൽ, ഈ പകൽ ദൈവമക്കളെ വചനത്തിന്റെ അടുത്തുള്ള നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രമാണത്തിന് വേണ്ടി നിൽക്കാമോ? ആരൊക്കെ എന്തൊക്കെ എനിക്കെതിരെ പറഞ്ഞാലും, ദൈവമേ ഇതൊക്കെ ഭവിച്ചാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? ദൈവത്തെ മറക്കാതെ നിൽക്കാമോ? നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ചെയ്ത ദൈവത്തിന് വേണ്ടി നിന്നത് മറക്കാത്തൊരു ദൈവം ഓർത്ത് നിന്നെ മാനിക്കുന്ന സമയമുണ്ട്. നമുക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ എന്തൊക്കെ വന്നാലും എൻ്റെ ദൈവത്തെ മറക്കാൻ എന്നെ അനുവദിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? 23-ാം അധ്യായത്തിന്റെ 11 മുതൽ 1 വാക്യങ്ങൾ താഴോട്ട് വായിച്ചോളൂ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 23 വേഴ്സ് 11 ഓൺവേർഡ്സ്. മതി. അതിൻ്റെ 10-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഉം 11. മതി. ആ ഭാഗത്ത് വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. താൻ പ്രശ്നത്തിൻ്റെ ആ ഏറ്റവും വലുത്, നമുക്ക് അതേക്കുറിച്ച് ഇനി അതിനപ്പുറം പറയാനില്ല, ഏറ്റവും അങ്ങേ അറ്റത്തെത്തിയപ്പോഴും താൻ പറയുന്നൊരു വാക്കാണ് അവിടെ വായിച്ചത്. 11-ാം വാക്യത്തിൽ, എൻ്റെ കാലടി അവൻ്റെ ചുവട് പിന്തുടർന്ന് ചെല്ലുന്നു. എന്തെല്ലാം വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ദൈവത്തെ വിട്ട് പോകത്തില്ല. താനത് പറഞ്ഞു വന്ന് 14-ാം വാക്യത്തിലെത്തുമ്പോൾ ഒന്നുകൂടെ വായിച്ചിട്ട് 14. താൻ പറയുന്നൊരു വാചകമുണ്ട്, ഇതൊക്കെ എനിക്ക് ഭവിച്ചെങ്കിൽ ഇതെല്ലാം ദൈവം എനിക്ക് അനുവദിച്ചതാണ്. ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? വേഴ്സ് 14. For he performs what is appointed for me, and many such things are with him. ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓർത്തോണം. ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറയുന്നു, ഞാൻ ആഗ്രഹിക്കാത്ത പലത് എൻ്റെ ജീവിതത്തിൽ ദൈവം നിയമിച്ചിട്ടുണ്ട്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചു, ഒരു ദൈവ പൈതലായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. മറ്റു ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കൊന്നും പോകുന്നില്ല, എൻ്റെ ദൈവം മതി, എനിക്ക് ലോകം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാമുദായിക സഭകളോ മറ്റേതെങ്കിലും സംഘടനകളോ വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ
അറിയാതെ ഉള്ളിലൊരു ചിന്ത വന്നു, ദൈവത്തെ സേവിച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രാർത്ഥനയുടെ മറുപടി കിട്ടും, ഞാൻ ഉയർത്തപ്പെടും. ഇത് നമ്മുടെ പ്രാർത്ഥന, ആഗ്രഹം. എന്നാൽ ഈ ജീവിതയാത്രയിൽ, എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതയാത്രയിൽ ഞാൻ ആഗ്രഹിക്കാത്ത ചിലത് സംഭവിക്കും. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ആ ചിന്തയൊന്ന് ഏറ്റെടുത്തോണം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചോദിക്കാത്ത ചിലത്, ഇഷ്ടമില്ലാത്ത ചിലത്, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കർത്താവേ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കരുത്, എൻ്റെ തലമുറയ്ക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിച്ച ചിലത് ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. അപ്പോൾ ഒരു കാര്യം വിളിച്ചു പറഞ്ഞോണം, ഇത് എൻ്റെ ദൈവം നിയമിച്ചതാണ്. എന്നെക്കുറിച്ച് എൻ്റെ ഈ ആയുസ്സിൽ ഞാൻ ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോകണം, ഞാൻ എന്തൊക്കെ നേരിടണം, ഞാൻ എന്തൊക്കെയാകണം എന്നുള്ളത് എൻ്റെ ദൈവം ഓൾറെഡി നിയമിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു, എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ ചോദ്യം ചെയ്യരുത്. ദൈവം നിയമിച്ചു, ദൈവത്തിൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്യരുത്. ദൈവത്തിന് ചില ഉദ്ദേശത്തോടുകൂടാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. ഓർക്കുക, ആ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നു, ഒരു രോഗം വന്നു, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ആഗ്രഹിക്കാത്ത ചിലത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഓർത്തോണം, അതിനകത്തും ദൈവത്തിന് ചില പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം ഓൾറെഡി നിയമിച്ചതാണ്. ആ നിയമനത്തെ വേണ്ടാന്ന് പറയരുത്. യെസ്, ഹല്ലേലൂയ. എനിക്കിഷ്ടമില്ല എങ്കിൽ പോലും ഞാൻ ആ നിയമനത്തെ, ആ ദൈവത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഇതെൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. കൃപ, ദൈവകൃപ. ഞാൻ വീണ്ടും ആ ഭാഗം ഒന്നുണ്ടെന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കുരുവാക്യത്തിലൊക്കെ ഞാൻ ഒന്ന് ഓടിയെത്തുന്നു. ഇതൊക്കെയും എനിക്ക് ഭവിച്ചു, ഞാനോ ദൈവത്തെ മറന്നില്ല. ഇയ്യോബിനോടൊന്ന് ചോദിച്ചേ, ഇയ്യോബ്, നിനക്ക് സംഭവിച്ചത് വിവരിക്കാൻ കഴിയത്തില്ല, അംഗീകരിക്കാൻ കഴിയത്തില്ല, മാനുഷികമായി ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതിനപ്പുറം നിനക്ക് സംഭവിച്ചു. നീ എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു? തനിക്ക് പറയാനുള്ള വാചകം ഇതേ ഉള്ളൂ, ഇതൊക്കെ ദൈവം എനിക്ക് നിയമിച്ചതാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നന്മ മാത്രമല്ല, ചില തിന്മയും എൻ്റെ ദൈവം നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ചില അനുഗ്രഹം മാത്രമല്ല, ചില കഷ്ടതയും എൻ്റെ ദൈവം എൻ്റെ ആയുസ്സിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ നിയമനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ വിട്ടച്ച് ഓടി പോകത്തില്ല. ഉറച്ചു നിൽക്കാമോ? നാളുകളിൽ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം മതിയായവനാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം നിയമിച്ചത് ദൈവം നിവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവനും പറയണം, എൻ്റെ ജീവിതത്തിലും ദൈവം നിയമിച്ചത് ദൈവം നിവർത്തിക്കും. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റും? ദൈവത്തിന് ചില നിയമനമുണ്ട്, ചില പ്ലാനുകളുണ്ട്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു, നമുക്കിത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിലപ്പോൾ സംഭവിക്കും. ഇല്ലേ? അനുഭവങ്ങളില്ലേ? നമ്മൾ ചിലത് വേണ്ടാന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് അത് തന്നെ കൊണ്ടുത്തന്നു. അപ്പോൾ ദൈവത്തോട് കയറി ചൂടാകല്ലേ. പകരം എന്താ പറയണം? കർത്താവെ, അങ്ങ് നിയമിച്ചു, അങ്ങയുടെ നിയമനം എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് അത് നല്ലതല്ലെന്ന് തോന്നി, പക്ഷെങ്കിൽ അങ്ങയുടെ സർവ്വജ്ഞാനത്തിൽ ഇത് നല്ലതാണെന്ന് എനിക്ക് ദൈവത്തിന് തോന്നി, എനിക്ക് തന്നു, സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുത്തോളാം. ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ട് കാണും. ഞാൻ വചനത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാലേ ചില വചനമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ, അത് വേദനകളാകാം, ദുഃഖമാകാം, ഭാരമാകാം, ഉൾക്കൊള്ളാൻ ഒക്കാത്തതാകാം, സഹിക്കാവുന്നതിലപ്പുറമാകാം. ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഏത് വിഷയത്തിലും, കുടുംബപരമായതാകട്ടെ, ഇതിനെയൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞോണം, ഇത് എൻ്റെ ദൈവം നിയമിച്ചതാ. യെസ്, ഹല്ലേലൂയ. ഞാൻ ആ കർത്താവിൻ്റെ വകയാണെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലത് നിയമിച്ചിട്ടുണ്ട്. അത് ദൈവം നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ നിയമനം ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് ചോടത്തില്ല. പിടിച്ചു നിൽക്കാമോ? ദൈവം അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. ഇയ്യോബിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. എത്ര കാലമെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല. എന്താണെങ്കിലും ഒരു സർട്ടൻ പീരിയഡ് അദ്ദേഹം കഷ്ടത്തിലൂടെ കടന്നുപോയി.
അതിനുശേഷം ദൈവം അവസ്ഥകളൊക്കെ അങ്ങ് മാറ്റി. ചരിത്രമൊക്കെ അറിയാവുന്ന ഞാൻ വിശദീകരിക്കുന്നില്ല. ഇട്ടേച്ചു പോയിരുന്നെങ്കിലോ, എനിക്ക് ഈ ദൈവത്തെ വേണ്ട, ദൈവം പുറകെ എന്ന് പിടിച്ചോണ്ടൊന്നും വരണമെന്നില്ല. ഇയ്യോബ് പറഞ്ഞു, ആയിക്കോട്ടെ, ഇത് ദൈവത്തിൻ്റെ നിയമനം, ഞാൻ അംഗീകരിക്കുന്നു. പിടിച്ചു നിന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും പറയുന്നു, ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കും. സംഭവിച്ചാൽ പിടിച്ചു നിന്നോണം. പിടിച്ചു നിന്നാൽ പിന്നത്തേതിൽ അനുഗ്രഹിപ്പാനേണ്ട ദൈവം മതിയായവനാണ്. ഇയ്യോബിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. പിന്നത്തേതിൽ തൻ്റെ മുൻകാലത്തേക്കാൾ പിൻകാലത്ത് ദൈവം അനുഗ്രഹിച്ച് തന്നെ മാനിച്ച് ആ ദേശത്തൊരു വീണ്ടും ഒരു മഹാനാക്കി ഉയർത്തതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ: നിയമിച്ചത് നിവർത്തിച്ച ദൈവത്തോട് പഴി പറയാൻ താൻ തയ്യാറായില്ല. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കും അതിനുള്ള കൃപത. നമുക്ക് താങ്ങാവുന്നതിലപ്പുറം ഒന്നും കർത്താവ് തരത്തില്ല. ഈ യോബിന് വന്നതുപോലെ ഒന്നും നമുക്ക് തരത്തില്ല. കാരണം നമ്മളെ കൊണ്ട് അതൊന്നും താങ്ങാൻ ഒക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെങ്കിൽ എനിക്ക് താങ്ങാവുന്നത് എൻ്റെ ദൈവം തന്നാൽ, അവിടെ പറഞ്ഞോണം, ഇത് എൻ്റെ ദൈവം നിയമിച്ചതാ. സ്തോത്രം പറഞ്ഞോണം. പിറുപിറുക്കരുത്, ദൈവത്തെ പഴി പറയരുത്, കുറ്റമാരോപിക്കരുത്. പകരം പറയുക, ഇത് ദൈവം അനുവദിച്ചതാണ്, ഇതിനകത്ത് ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. അടുത്തൊരു വ്യക്തിയെ കൂടെ കാണിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആ വാക്ക് ആവർത്തിക്കും. ദൈവം മക്കളുടെ ഉള്ളിലേക്ക് ചിന്ത കയറി വരണം. ആഗ്രഹിക്കാത്തത് സംഭവിക്കാം, ഇട്ടേച്ചു പോകരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. പിടിച്ചു നിന്നാൽ നാളുകൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. നമുക്ക് വളരെ പരിചിതമുള്ള ചിന്തയാണ്. വിശദീകരണം ഇല്ലാതെ വേഗത്തിൽ പോകാം. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിലേക്ക് വന്നത്. മതി. നമുക്ക് ആ ചരിത്രം അറിയാമല്ലോ. താൻ അവിടെ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്: രാജാവിൻ്റെ ഭോജനം കൊണ്ട്, അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കത്തില്ല, ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കും. ഈ പ്രമാണത്തിന് വേണ്ടി നിന്ന 4 ചെറുപ്പക്കാർ, ഇവർക്ക് സംഭവിച്ചൊക്കെ നമുക്കറിയാം. സംഭവിച്ചു വന്നത് തീച്ചൂളെ കൊണ്ട് വീണു. പ്രമാണത്തിന് നിന്നവനാണ് ഇവിടെ വീണത്. രാജാവ് ആ തീച്ചൂളയുടെ ശക്തി 7 മടങ്ങായി വർദ്ധിപ്പിച്ചിട്ട് രാജാവിൻ്റെ മുമ്പിൽ ഇവരെ വരുത്തി. ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ആരോ റിപ്പോർട്ട് ചെയ്തു, രാജാവേ, അങ്ങയുടെ കൽപ്പന അനുസരിക്കാത്ത കുറേ എണ്ണം ഈ ഓഫീസിലുണ്ട്. അങ്ങയുടെ ശമ്പളം മേടിക്കുന്നു, അങ്ങയുടെ ഭക്ഷണം കഴിക്കുന്നു, അങ്ങയുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്നു, പക്ഷെങ്കിൽ അങ്ങേ അനുസരിക്കുന്നില്ല. രാജാവ് ഇവരെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഈ സമയത്ത് തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്, 7 മടങ്ങ് ചൂള വർദ്ധിപ്പിച്ചിട്ടാണ് ഇവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവരോട് പറഞ്ഞു, കണ്ടോ, ഇന്നലെ പോലല്ല, ഇന്ന് അതിൻ്റെ 7 മടങ്ങാണ് ചൂള. നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നാദസ്വരം, കിന്നരം, വേണു, ആ മുതലായ ആ സംഗീത ഉപകരണങ്ങൾ മീട്ടുമ്പോൾ കുമ്പിട്ട് നമസ്കരിക്കണം. ഈ ഭക്തന്മാർ, ഈ ചെറുപ്പക്കാർ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. വിട്ടുവീച്ചാലും ഇല്ലെങ്കിലും, യെസ്, ഹല്ലേലൂയ. വേണമെങ്കിൽ ഇവർക്ക് ദൈവത്തോട് ഇങ്ങനെയൊന്ന് ചോദിക്കാം: ദൈവമേ, ബാബിലോണിലേക്ക് വന്ന യഹൂദന്മാരിൽ ഞങ്ങൾ 4 പേരല്ലോ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഉയർച്ചയല്ലേ വേണ്ടത്? ഞങ്ങൾക്ക് തീച്ചൂളയാണോ വേണ്ടത്? ഈ പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മുമ്പിലെ സകല തീച്ചൂളയും കർത്താവെ അങ്ങ് മാറ്റണം. എൻ്റെ മുമ്പിലെ സിംഹക്കുഴികളെ അങ്ങ് മാറ്റണം. എൻ്റെ മുമ്പിലെ തടസ്സങ്ങളെ അങ്ങ് മാറ്റണം. എൻ്റെ മുമ്പിലൂടെ വരുന്ന സകലത്തെയും കർത്താവെ അങ്ങ് ഒഴിവാക്കണം. ഇതായിരിക്കാം അറിയാതെയുള്ള പ്രാർത്ഥന. പക്ഷെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തെ സേവിക്കുന്നവന്, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന് ആഗ്രഹിക്കാത്ത ചിലത് മുമ്പിൽ വന്നെന്ന് വരാം. അവിടെയും ഒരൊറ്റ കാര്യം ചെയ്യാൻ തയ്യാറായിക്കോണം: ദൈവമേ, ഇതൊക്കെ ഭവിച്ചാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ധൈര്യത്തോട് വിളിച്ചു പറ, തീച്ചൂളയാണെങ്കിലും ഞാൻ നിന്നെ മറക്കത്തില്ല. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഞാൻ നിന്നെ മറക്കത്തില്ല. തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും എൻ്റെ ജീവനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ മറക്കത്തില്ല. ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ തയ്യാറാകാമോ? അവിടെ ദൈവം മാനിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ.
2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം പ്രാരംഭത്തിൽ നിന്ന് വായിക്കാമോ? ദാനിയേലിന്റെ പുസ്തകം അവസാനത്തെ വാക്യം 49 തോന്നുന്നു. ആ മതി. ആ ഭാഗത്ത് കണ്ട ഒരു വാക്യം പറഞ്ഞ് പെട്ടെന്ന് പറയാം. 2-ാം അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നത് രാജാവ് ഒരു സ്വപ്നം കണ്ട് ആകെ ടെൻഷനില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. വിദ്വാൻമാർ അവിടെയുള്ള മന്ത്രവാദികളെ ഒക്കെ വിളിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നില്ല. അവർ പറഞ്ഞു സ്വപ്നം പറ, ഞങ്ങൾ വിവരിക്കാം. രാജാവ് പറഞ്ഞു സ്വപ്നം പറയാനൊക്കത്തില്ല, സ്വപ്നം മറന്നുപോയി, നിങ്ങൾ സ്വപ്നവും പറ അർത്ഥവും പറ. ഒടുവിൽ ഇവരെ ഗ്രൂപ്പായിട്ട് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ദാനിയേൽ അവിടെ ഇടപെട്ടു. ദാനിയേൽ പറഞ്ഞു ഞങ്ങൾക്കൊരവസരം എന്താ. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവർ 4 പേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 2-ാം അധ്യായത്തിൽ ആ ഭാഗമൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നീട് വായിച്ചാൽ മതി. ഇവർക്ക് വ്യക്തമായി സ്വപ്നവും അതിൻ്റെ അർത്ഥവും ദൈവം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഇവർ 4 പേരും കൂടെ ദൈവസന്നിധി രാജസന്നിധി ചെന്ന് ദാനിയേൽ സ്വപ്നവും അർത്ഥവും വിവരിച്ചപ്പോൾ ദാനിയേലിനെ രാജാവ് ഉയർത്തി. അവിടെ ഒരു പ്രത്യേക പദം കൂടെ ഉണ്ട്, അവിടെ നമുക്കൊന്ന് വായിക്കാമോ അതിൻ്റെ? രാജാവ് ദാനിയേലിനെ മഹാനാക്കി. 48-ാം വാക്യമാണ്, വായിച്ചോളൂ. മതി. ദാനിയേലിന് ദൈവം അല്ലെങ്കിൽ രാജാവ് ഭയങ്കര ഉയർച്ചയും കൊടുത്തു. അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ അടുത്ത വാക്യം, ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം മതി. അങ്ങനെയെങ്കിൽ ദാനിയേല് ഇപ്പം ടോപ്പിലെത്തി. അവിടുത്തെ ഏറ്റവും ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയാം, ഏതെങ്കിലും ഒരു നല്ല ഉന്നതമായ നിലയിൽ ദാനിയേലെത്തി. ഇപ്പം ഈ 3 പേർക്ക് ജോലി കിട്ടിയത് അങ്ങനെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ദാനിയേലിൻ്റെ. അപ്പോൾ ദാനിയേൽ റെക്കമെൻഡ് ചെയ്തു, എൻ്റെ കൂടെ 3 പിള്ളേരോടുണ്ട്, അവർക്കും എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം. അപ്പോൾ രാജാവ് പറഞ്ഞു ശരി, നീ അല്ലേ സ്വപ്നം വ്യാഖ്യാനിച്ച്, നീ പറഞ്ഞപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഈ 3 പേർക്കും ഗവൺമെൻറ് സർവീസിൽ ദാനിയേലിൻ്റെ റെക്കമെൻഡ് മൂലം ജോലി കിട്ടി. നിങ്ങൾ മനസ്സിരുത്തി അത് ചിന്തിക്കണം. പ്രമാണത്തിന് വേണ്ടി നിന്ന 3 ബാലന്മാർ അഥവാ 4 ബാലന്മാർ ദാനിയേൽ റെക്കമെൻഡ് ചെയ്ത് ഈ 3 പേർക്കും ജോലി കിട്ടി. ദാനിയേലിന് ഓൾറെഡി ജോലി. ഈ ജോലിക്ക് ഇവരിയ്ക്കുന്ന കാലത്താണ് രാജാവ് ബിംബത്തെ നിർത്തുന്നത്, അതിനെ നമസ്കരിച്ചില്ലെങ്കിൽ തീച്ചൂളയിലേക്ക് ഇടുമെന്നുള്ള നിയമം വന്നത്. ഈ നിയമം വന്നപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പറയാം, കർത്താവേ, രാജഭോജനം കൊണ്ടും രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ലെന്ന് പറഞ്ഞവരാ ഞങ്ങൾ. പ്ലീസ് ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, ഞങ്ങളെ രക്ഷപ്പെടുത്ത്. ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും, ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ സംഭവിച്ചു. ഇവർ തീച്ചൂളയിൽ വീണു. ചരിത്രം അറിയാമെന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോകുന്നു. ഇവർ തീച്ചൂളയിൽ വീണു. തീച്ചൂളയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാജാവ് പറയുന്നൊരു വാക്കൂടെ ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായം എടുത്തേ. 3-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. മതി. 2-ന്റെ അവസാനത്തിൽ കണ്ടതെന്തുവാ? മനസ്സിലായില്ലേ? ദാനിയേലിൻ്റെ റെക്കമെൻഡ് മൂലം എന്തോ ഒരു ജോലി കിട്ടി. 3-ന്റെ അവസാനം വന്നപ്പോൾ രാജാവ് നേരിട്ട് പറഞ്ഞു, ഇവർ സേവിക്കുന്ന ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, ഇതൊരു സാധാരണ ദൈവമല്ല. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടിവിക്കാൻ കഴിയുന്ന ദേവൻ ആരെന്ന് പറഞ്ഞ രാജാവ് പറയുകയാണ്, ഇവരുടെ ദൈവത്തിന് അത് കഴിയും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവർക്ക് കിട്ടിയ പ്രൊമോഷൻ ആര് കൊടുത്തതാ? രാജാവ് നേരിട്ട് കൊടുത്തതാ. എന്തുകൊണ്ടാ? ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തെ മറക്കാതെ പിടിച്ചു നിൽക്കാമോ? അനുഗ്രഹം തന്ന് മാനിക്കുന്നൊരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത തീച്ചൂളി ആരാ ആഗ്രഹിക്കുന്നത്? സിംഹക്കുഴി ആരാ ആഗ്രഹിക്കുന്നത്? യോബിന്റെ ജീവിതത്തിലെ ആ കഷ്ടത ഇത് ആരാ ആഗ്രഹിക്കുന്നത്? ലേവിയെ പോലെ സഹോദരന്മാർ തള്ളുന്നു, ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, മാറ്റി നിർത്തുന്നു. ഇതാരാ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കാത്തതാ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവമേ, ഞാൻ നിന്നെ മറക്കത്തില്ല. ഈ പകൽ എത്ര പേർക്ക് ആ തീരുമാനമെടുക്കാൻ കഴിയും? നാളുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്ന ഞാൻ ആഗ്രഹിക്കാത്ത എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു, എങ്കിലും ഞങ്ങൾ നിന്നെ മറന്നില്ല.
നിന്റെ പ്രമാണത്തോട് അവിശ്വസത കാണിച്ചില്ല, ഉറച്ചു നിൽക്കാൻ തയ്യാറാകാമോ? നിന്റെ നാളുകൾ അനുഗ്രഹമാകാൻ പോവുക. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഒരുമിച്ച് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃക്കരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ആ വാക്കുന്നോട് ആവർത്തിക്കുന്നു, ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു, എങ്കിലും ഞങ്ങൾ നിന്നെ മറന്നില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ഉറക്കെ ഒന്ന് വിളിച്ചു പറയാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങയെ മറക്കാനിട വരരുത്. ഓ ഹല്ലേലൂയ. ഓടിയതും അധ്വാനിച്ചതും ഒന്നും വൃഥാവായെന്ന് പറയരുത്. ജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ, ഞാൻ ആഗ്രഹിക്കാത്തത്, പ്രതീക്ഷിക്കാത്തത് എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ അല്ലവ എൻ്റെ ജീവിതത്തിൽ, കർത്താവേ, അത് ശാരീരികമാകാം, മാനസികമാകാം, ഭൗതികമാകാം, ഏതോ മേഖലകളിലും നിങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറ, എന്തൊക്കെ ഭാവിച്ചാലും ഓ കൃപ. ഉറക്കെ ഒന്ന് വിളിച്ചു പറയാമോ? ധൈര്യത്തോട് പറ, എൻ്റെ ദൈവം കേൾക്കട്ടെ. പിശാച് നിന്റെ ഈ വാക്കിന് മുമ്പിൽ മാറിപ്പോകട്ടെ. നിങ്ങളൊന്ന് ഉറയ്ക്കട്ടെ. എന്തൊക്കെ ഭവിച്ചാലും ദൈവമേ, ഞാൻ നിന്നെ മറക്കത്തില്ല. കൃപ, ദൈവകൃപ. ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ മുമ്പിൽ തീച്ചുള ഒരുക്കിയാലും, എനിക്ക് വേണ്ടി സിംഹക്കുഴി ഒരുക്കിയാലും, രോഗത്താൽ ബാധിതനായാലും, ഏത് സാഹചര്യമാണെങ്കിലും എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ മറക്കത്തില്ല. ഉറച്ചു നിൽക്കാമോ? നിന്നെ കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങളാ. നീ പ്രതീക്ഷിക്കാത്ത, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ചില നന്മകളാ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞാട്ട്. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പസമയം ഒരുമിച്ചെന്ന് ദൈവത്തിന് നന്ദി കരറ്റാമോ? വാ തുറന്ന് ധൈര്യത്തോടെ അങ്ങ് പറഞ്ഞു, ഇതൊക്കെ ഭവിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തെ മറക്കത്തില്ല. എനിക്ക് രോഗമല്ല വലുത്, എനിക്ക് ഒറ്റപ്പെടലല്ല വലുത്, എനിക്ക് സിംഹക്കുഴി അല്ല വലുത്, എനിക്ക് തീച്ചൂളയല്ല വലുത്, എനിക്ക് വലുത് എൻ്റെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. സകല നാമത്തിനു മേലായ അങ്ങയുടെ നാമം ഇന്ന് പകൽ കർത്താവേ ഞങ്ങളുടെ നടുവിൽ ഉയർന്നിരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ സങ്കീർത്തനം ഒരിക്കൽ കൂടെ നടക്കാമോ? 44-ാം സങ്കീർത്തനം 17-ാം വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവാം. ഇന്ന് പകൽ ദൈവമക്കൾ, ഇതൊരു തീരുമാനമാകണം. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാം. മറക്കരുത്, പിടിച്ചു നിൽക്ക്. അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, മാനിക്കുന്നൊരു സമയമുണ്ട്. അബോധ്യത്തോട് നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുന്നു 44-ാം സങ്കീർത്തനം 17-ാം വാക്യം വായിക്കാം. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല, നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. ഇതൊരു തീരുമാനമാകട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തെ മറക്കാതിരിക്കാമോ? നിയമത്തോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാമോ? പ്രമാണത്തിന് വേണ്ടി നിൽക്കാമോ? ദൈവം മാനിക്കും. മാറ്റമില്ലാത്ത, ഭോഷ്ക് പറയാത്ത ദൈവത്തിൻ്റെ സത്യവചനം അത് പറയുന്നെങ്കിൽ, ഭക്തന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, ദൈവത്തെ സേവിക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഇത് നൽകാൻ ദൈവം വിശ്വസന. കർത്താവ് അതിനിടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾക്ക് അവിടെ വിരാമം കൊടുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.